നമസ്കാരം. ശിവോഹം ആസ്ട്രോയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ കുടുംബാംഗങ്ങൾക്കും സ്വാഗതം. ജീവിതം രക്ഷപ്പെടാൻ പോകുന്ന വട്ടപൂജ്യത്തിൽ നിന്നും കോടീശ്വര യോഗം നേടിയെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ച 11 നക്ഷത്രക്കാരുണ്ട്. 2025 ചിങ്ങമാസം പിറന്നതോടെ ഇവരുടെ ഇതുവരെ അനുഭവിച്ചു വന്ന രോഗ ദുഃഖ ദുരിതങ്ങളൊക്കെ ഒഴിഞ്ഞ് ഭാഗ്യ ഗുണാനുഭവങ്ങളുടെയും നേട്ടങ്ങളുടെയും ദിവസങ്ങളാണ് ഇവരെ കാത്തിരിക്കുന്നത്. ജ്യോതിഷപ്രകാരം പല ഫലങ്ങളും ഈ ചിങ്ങമാസം മുതൽ നിങ്ങളെ തേടിയെത്തും. ഇതിൽ എടുത്തു പറയേണ്ട ചില പ്രത്യേക നക്ഷത്രക്കാരുണ്ട്. അവരുടെ ജീവിതത്തിൽ ഭാഗ്യമിനി ഇരട്ടിയായി വന്നു ചേരാൻ പോകുന്നു. ഈ ഭാഗ്യങ്ങളൊക്കെ വേഗത്തിൽ അനുകൂലമാക്കിയെടുക്കാൻ നിങ്ങൾ അനുബന്ധമായി ചില വഴിപാടുകൾ കൂടി ചെയ്യുന്നത് ഏറെ ഗുണം നൽകും. അപ്പോൾ ആ നക്ഷത്രക്കാരാരൊക്കെയെന്നും അവരുടെ ഇപ്പോഴത്തെ ദോഷഫലങ്ങളൊക്കെ മാറി ഗുണഫലങ്ങൾ അനുകൂലമാക്കി എടുക്കുന്നതിന് എന്തൊക്കെ വഴിപാടുകൾ ചെയ്യണമെന്നും വിശദമായി പറയാം. വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും നിങ്ങളുടെ പേരും നാളും ഒന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക. മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വേളയിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനും പ്രാർത്ഥിക്കാം. മഹാദേവന്റെ അനുഗ്രഹത്താൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗദുരിതങ്ങളും ശത്രുദോഷങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ മാറി സർവ്വ ഐശ്വര്യവും വന്നു ചേരും. ഇതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് മകം, ആയില്യം, പൂരാടം, അവിട്ടം, അത്തം എന്നീ നക്ഷത്രക്കാർക്ക് ഏറെ നാളുകളായി മാനസികമായും ശാരീരികമായും ഏറെയധികം പ്രയാസത്തിൽ തന്നെയായിരുന്നു. എന്തിനിറങ്ങിത്തിരിച്ചാലും ഇവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒന്നും നടന്നു കിട്ടിയിരുന്നില്ല. സന്തോഷത്തോടെ പോയി സങ്കടത്തോടെ മടങ്ങി വരേണ്ട അവസ്ഥ. എവിടെ നിന്നും ഇവർക്ക് വേണ്ട രീതിയിലുള്ള അംഗീകാരം ലഭിച്ചിരുന്നില്ല. അവഗണനകളും കുത്തുവാക്കുകളും മാത്രം ഫലം. അത് സുഹൃത്തുക്കളുടെ ഇടയിലാണെങ്കിലും കുടുംബത്തിലാണെങ്കിലും ഇതേ അവസ്ഥ തന്നെ. മുന്നോട്ടുള്ള ജീവിതം ഇവരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്ന അവസ്ഥയാണിപ്പോൾ. വിദ്യാഭ്യാസമാണെങ്കിലും തൊഴിലാണെങ്കിലും എല്ലാം പാതി വഴിയിൽ മുടങ്ങിപ്പോവുക. ഇതൊക്കെ കാരണം വളരെയധികം മാനസിക പ്രയാസത്തിലായിരുന്നു ഇവർ. എന്നാൽ ഈ ചിങ്ങമാസം ആരംഭിച്ചതോടെ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ പോകുന്നു. ഇവരുടെ ജീവിത പ്രശ്നങ്ങൾ മാറിപ്പോകും. ഇവർ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്കും ദുഃഖങ്ങൾക്കും അറുതി വരും. ജീവിതത്തിലെ ദോഷങ്ങൾ അകന്ന് ഉയർച്ചയുണ്ടാകും. ദാമ്പത്യത്തിൽ ഉണ്ടായിട്ടുള്ള ദോഷങ്ങൾ അകന്നു കിട്ടും. ഇപ്പോഴത്തെ ദോഷങ്ങൾ അകന്ന് വലിയ ഭാഗ്യത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക തന്നെ ചെയ്യും. ആഗ്രഹിച്ചതും കൊതിച്ചതും ഇനി ജീവിതത്തിൽ നടക്കും. ഒരു തൊഴിൽ അല്ലെങ്കിൽ ബിസിനസ് എന്ന നിങ്ങളുടെ ആഗ്രഹം പൂവണിയും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറെ അനുകൂല സമയമാണ്. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയമുണ്ടാകും. കലാകായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് നേട്ടകാലം. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടാൻ ശനിയാഴ്ച തോറും ആഞ്ജനേയ ക്ഷേത്രത്തിൽ ദർശനം നടത്തി വെറ്റിലമാല സമർപ്പിക്കുക. 8 ആഴ്ച നവഗ്രഹ ക്ഷേത്രത്തിൽ നെയ്വിളക്ക് നടത്തുക. ശിവഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഭാഗ്യ തടസ്സങ്ങൾ നീങ്ങി ഭാഗ്യം അനുകൂലമാകും. ജീവിതം രക്ഷപ്പെടും. ഇനി ഭാഗ്യത്തിലേക്ക് നിങ്ങളുടെ ജീവിതം അടുക്കുന്നു. ചതയം, ഉത്രാടം, തിരുവാതിര, ചിത്തിര, വിശാഖം, രേവതി എന്നിവയാണ് അടുത്ത നക്ഷത്രങ്ങൾ. ഇതുവരെയും ജീവിതത്തിൽ വേണ്ട രീതിയിൽ അല്ലെങ്കിൽ അവർ ആഗ്രഹിച്ച രീതിയിൽ ഉയരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എല്ലാം തുടങ്ങി വയ്ക്കും. പിന്നീട് എന്തൊക്കെയോ കാരണങ്ങളാൽ അതെല്ലാം അവസാനിപ്പിക്കുകയും വീണ്ടും നിരാശയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തിരുന്നു. എന്തിന് ചെയ്യാത്ത കുറ്റത്തിന് വരെ പേരുദോഷം കേൾക്കേണ്ടി വന്നിട്ടുണ്ട് ഈ നക്ഷത്രക്കാർക്ക്. ദാമ്പത്യ ജീവിതമാണെങ്കിൽ അതും തകിടം മറിഞ്ഞു നിൽക്കുകയാണ് എന്ന് പറയുന്നതിൽ തെറ്റില്ല. ആഗ്രഹിച്ച വിവാഹം കഴിച്ചിട്ട് അതുപോലും 2 വഴിക്കായ അവസ്ഥ. ഒന്ന് സമാധാനമായി ഉറങ്ങിയിട്ട് തന്നെ ഇവർ ദിവസങ്ങളായി. ശത്രുദോഷം ഇവരുടെ ജീവിതത്തിൽ വല്ലാതെ ബാധിച്ചിരിക്കുന്നു. ഇതിവരുടെ മുന്നോട്ടുള്ള ജീവിത വളർച്ചയെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചിരിച്ചുകൊണ്ട് കൂടെ നിന്ന് കഴുത്തറുക്കുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ഇവരെ മാനസികമായി തളർത്തി. എന്നാൽ ഇവർ ഇതുവരെ അനുഭവിച്ച എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ചിങ്ങമാസം മുതൽ ലഭിക്കും. കടബാധ്യതകൾ മാറും. ജീവിത ഉയർച്ചയുണ്ടാകും. ഇനി ഭാഗ്യത്തിൻ്റെ അനുഗ്രഹത്താൽ തൊട്ടതെല്ലാം പൊന്നാക്കാൻ ഇവർക്ക് സാധിക്കും. അപമാനിക്കപ്പെട്ട ഇടങ്ങളിൽ ഇനി അഭിമാന നേട്ടം നിങ്ങൾ സ്വന്തമാക്കും. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചത് അതൊക്കെ നേടിയെടുക്കാൻ ഇപ്പോൾ സമയം അനുകൂലമായിരിക്കുന്നു.
ഇതുവരെ അനുഭവിച്ചു വന്ന ദുഃഖ ദുരിതങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിങ്ങളെ വിട്ടുമാറാനുള്ള സമയമായി. ഇതുവരെ അനുഭവിച്ച പേരുദോഷം, ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ എന്നിവ മാറിക്കിട്ടും. അപ്പോഴും ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അതുമൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വീണ്ടും നിങ്ങൾക്ക് വന്നു ചേരാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നിങ്ങളുടെ ദിവസങ്ങളാണ്, ഭാഗ്യമാണ്, നേട്ടമാണ്. ആ ഭാഗ്യങ്ങളൊക്കെ അനുകൂലമാക്കി എടുക്കാൻ, അതായത് ഈ പറഞ്ഞ ഗുണഫലങ്ങളൊക്കെ അനുകൂലമായി വരുന്നതിന് ചില ആരാധനകൾ, അതായത് ചില വഴിപാടുകൾ നിങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട്. കുടുംബക്ഷേത്രത്തിലെ പരദേവതകളെ പ്രീതിപ്പെടുത്തണം. അവിടെ കഴിയുമെങ്കിൽ മാസം തോറും ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് നടത്തണം. വളരെ രീതിയിൽ അത് നിങ്ങളുടെ ഭാഗ്യം അനുകൂലമാക്കിയെടുക്കുന്നതിന് സഹായിക്കും. കൂടാതെ ഗ്രഹദോഷം മാറിക്കിട്ടാൻ നവഗ്രഹ ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരിക്കൽ എന്ന രീതിയിൽ ദർശനം നടത്തി 11 പ്രദക്ഷിണം വെച്ച് നിങ്ങളാൽ കഴിയുന്ന വഴിപാട് സമർപ്പിക്കുക. ഇതൊക്കെ ചെയ്തു കഴിയുമ്പോൾ ഭാഗ്യം അനുകൂലമാവുകയും സർവ്വ ഐശ്വര്യവും ഉയർച്ചയും അഭിഷ്ട കാര്യസിദ്ധിയും ധനധാന്യ സമ്പത്തും നിങ്ങൾക്ക് വന്നു ചേരും എന്നതിൽ സംശയമില്ല. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രക്കാരെല്ലാം ശ്രദ്ധിക്കുക, പറഞ്ഞ വഴിപാടുകൾ ചെയ്യുക, ഭാഗ്യം അനുകൂലമാക്കി എടുക്കുക. ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞ കാര്യം ശ്രദ്ധിക്കുക. അതായത് ചതയം, ഉത്രാടം, തിരുവാതിര, ചിത്തിര, വിശാഖം, രേവതി എന്നീ നക്ഷത്രക്കാർ സുഹൃത്തുക്കളെ, അതായത് സുഹൃത്ത് ബന്ധം തിരഞ്ഞെടുക്കുമ്പോൾ നല്ല രീതിയിലുള്ള വ്യക്തികളുമായി കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ആ സുഹൃത്ത് ബന്ധം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. എടുത്തു പറയുന്നു, പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ശിവോഹം.